2025 അറബിക് 1ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 5 പ്രവർത്തനമാണുള്ളത്. എല്ലാത്തിനും ഉത്തരം എഴുതണം. ഒന്നാമത്തെ പ്രവർത്തനം നുലവിനു നിറം നൽകാം. ഒരു പൂച്ചട്ടി കൊടുത്തിട്ടുണ്ട്, അതിന് നിറം നൽകണം. അഹ്മർ എന്ന് എഴുതിയ ഭാഗത്ത് ചുവന്ന നിറം നൽകുക. അഹ്മർ അഹ്മർ. ഓക്കെ, ഇവിടെ അഹ്ലർ ഉണ്ടല്ലേ, അവിടെ പച്ച നിറം നൽകുക, ഇല. പിന്നെ ഇവിടെയും കൂടെ ഒരു അഹ്മർ ഉണ്ട്, അവിടെയും ചുവപ്പ്. അസ്ഫർ എന്ന പൂവിന് നിറം മഞ്ഞ നിറം നൽകുക. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് എണ്ണം എഴുതാം. കുറേ ചിത്രമുണ്ട്, കുറേ വസ്തുക്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുരങ്ങനുണ്ട്, പ്രാവുണ്ട്, അതിൻ്റെയൊക്കെ എണ്ണം എഴുതാം. കിർദ്, ഒന്നാമത് കിർദ് എന്ന് എഴുതിയിട്ടുണ്ട്. കിർദ് എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. കുരങ്ങനെ നോക്കാം എത്രയുണ്ടെന്ന്. ഇതാ 1 2 3 4 5 കുരങ്ങനുണ്ടല്ലേ, അതുകൊണ്ട് കിർദ് എന്ന് എഴുതിയതിൻ്റെ നേരെ 5 എന്ന് എഴുതാം. ഇനി അർണബ്, അർണബ് എത്രയുണ്ട്? 1 2 3 എണ്ണാണ് അർണബിനെ കാണുന്നത്, അതുകൊണ്ട് അർണബിൻ്റെ നേരെ 3 എന്ന് എഴുതാം. പിന്നെ ഇതാരാണ്? ഹമാമത്ത്, പ്രാവ്. എത്രയുണ്ട്? 1 2 3 4 4 എന്ന് എഴുതാം. പിന്നെ തുഫാഹ്, ആപ്പിൾ. ആപ്പിൾ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 ആപ്പിൾ ഉണ്ട്, അപ്പോൾ 7 എന്ന് എഴുതുക. ഇനി ശരിയായത് തിരഞ്ഞെടുത്ത് ടിക്ക് ചെയ്യണം. ഇവിടെ ഒരു പഴത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പഴത്തിന്റെ വാക്ക് എന്താണ്? മൗസ് ആണ് അല്ലേ. ഇവിടെ മൗസിന്റെ നേരെ ടിക്ക് ചെയ്യുക. ഓക്കെ. ഇത് സയ്യാറത്താണോ ഷാഹിനത്താണോ? ഷാഹിനത്താണ് അല്ലേ, ലോറി. അതുകൊണ്ട് ഷാഹിനത്തിന് നേരെ ടിക്ക് ചെയ്യുക. ഇതെന്താണ്? മരം. സമക്കാണോ ഷജറത്താണോ? ഷജറത്താണ്. ഷജറത്തിന്റെ നേരെ ടിക്ക് ചെയ്യുക. പുലിയാണ് അല്ലേ, പുലിക്ക് എന്ത് പറയും? നമിറുൻ. അതുകൊണ്ട് നമിറിന് നേരെ ടിക്ക് ചെയ്യുക. ഇനി ഇവിടെ പൂരിപ്പിക്കണം. ലബീന് കൊടുത്തിട്ടുണ്ട്. ലബീന്റെ ആദ്യത്തെ അക്ഷരം നമ്മൾ പൂരിപ്പിക്കണം. ല എന്നിവിടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെന്താണ്? ഫീലാണ് അല്ലേ, ആന. അപ്പോൾ ഫീ എന്ന് എഴുതി കൊടുക്കാം. ഇത് സറാഫത്താണ്, അതുകൊണ്ട് സ എന്ന് എഴുതാം. പിന്നെ ഇവിടെ യോജിപ്പിക്കണം. കൂട്ടി എഴുതിയതും കൂട്ടാതെ എഴുതിയതുമുണ്ട്, അവയാണ് യോജിപ്പിക്കേണ്ടത്. നെലറ എന്നത് നോക്കൂ, നെലറ എന്ന് കൂട്ടി എഴുതിയതിനോട് യോജിപ്പിച്ചിരിക്കുന്നു. അതേപോലെ മറ്റുള്ളവയും ചെയ്യാം. റമസ എന്നത് ഇവിടെ, സ്വദഖ അവിടെ. പിന്നെ ഫസദ, ഫസദ. റബിഹ, റബിഹ. ശക്കറ, ശക്കറ. റസഖ, റസഖ. ഇങ്ങനെയെല്ലാം യോജിപ്പിക്കുക. പിന്നെ ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാം. കതബ എന്ന് കൂട്ടി എഴുതിയിട്ടുണ്ട്, അതിനെ വേർപ്പെടുത്തി എഴുതണം. കതബ. അതേപോലെ നെഹറ, നഹറ. സ്വാഹ, സ്വാഹ. അലിഫ് വേറെ. പിന്നെ ഇവിടെയോ ഇത് ചെയ്യേണ്ടത് അലിഫ് ഉള്ള പദങ്ങളിലേക്ക് ചേർത്ത് വരക്കണം. നടുവിലൊരു അലിഫിലേ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള പദങ്ങളിൽ അലിഫുള്ള പദങ്ങളിലേക്ക് വരക്കുക. ഫാസയിൽ അലിഫുണ്ട്, സ്വാഹയിലുണ്ട്, പിന്നെ സാറയിലുണ്ട്, ഫാഹയിലുണ്ട്, നാലയിലുണ്ട്. ഫതഹയിലും ദറസയിലും കതബയിലും അലിഫില്ല, അതുകൊണ്ട് അതിലേക്ക് വരക്കണ്ട. ഇനി സുക്കൂൻ വന്ന പദങ്ങൾ കണ്ടെത്താം. ലബിയുൻ, അതിൽ സുക്കൂൻ ഉണ്ടല്ലോ, ഉണ്ട്. ബായിന് സുക്കൂനാണ്, അവിടെ ടിക്ക് ചെയ്യുക. സമക്കുൻ സുക്കൂൻ ഉണ്ടോ? ഇല്ല, അതിലൊന്നും ചെയ്യണ്ട. വർദുൻ സുക്കൂനുണ്ട്, റാ സുക്കൂനാണ്, അതുകൊണ്ട് അവിടെയും ടിക്ക് ചെയ്യുക. നമിറുൻ സുക്കൂൻ ഇല്ല, ഒന്നും ചെയ്യണ്ട. മൗസുൻ സുക്കൂനുണ്ട് അല്ലെ, വാവിന് സുക്കൂനുണ്ട്, അതുകൊണ്ട് അവിടെ ടിക്ക് ചെയ്യുക. കിർദുൻ, റായിന് സുക്കൂനുണ്ട്. ഇനി തുഫാഹുൻ, റുമ്മാനുൻ, അസദുൻ, മൗസുൻ. എന്താ ചെയ്യേണ്ടത്? ഒറ്റയാണെ കണ്ടെത്തണം, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തണം. നക്തശിഫുഷാദ, ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? അസദാണ് അല്ലെ, അതുകൊണ്ട് അസദുൻ എന്നിവിടെ എഴുതുക. തുഫാഹ് ആപ്പിൾ, റുമ്മാൻ റുമ്മാൻ പഴം, മൗസ് പഴം, അസദ് സിംഹം, അതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഇനി അനുയോജ്യമായ വാക്കുകൾ കണ്ടെത്തി ഇവിടെ എഴുതണം. അതായത് ഇവിടെ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ വാക്കുകൾ വായിച്ചു നോക്കുക. എന്നിട്ട് ഈ ചിത്രത്തിൽ ഉൾപ്പെട്ട വാക്കുകൾ ഈ കള്ളികളിൽ എഴുതുക. മൗസുൻ എന്നാണ് ആദ്യത്തെ വാക്ക്. മൗസ് ഈ ചിത്രത്തിലുണ്ടോ? ഇല്ല, അതുകൊണ്ട് മൗസ് എഴുതണ്ട. ലബിയുൻ, മാന്, അതിവിടെ ഉണ്ട് അല്ലേ, അതുകൊണ്ട് ലബിയുൻ എന്ന് അവിടെ എഴുതുക. പിന്നെയോ ലബിയന്റെ നേരെ വരക്കുകയും ചെയ്യുക. പിന്നെ ഫീലുൻ, ആന, അതും ഉണ്ട്, അതുകൊണ്ട് ഫീലുൻ എന്നിവിടെ എഴുതുക, ഫീലിന്റെ നേരെ വരക്കുക.
പിന്നെ ദീക്കുൻ കോഴി, കോഴിയുണ്ടോ? ഇല്ല, കോഴിയില്ല, അതുകൊണ്ട് അത് എഴുതണ്ട. അർണബുൻ മുയൽ, അർണബുണ്ട് അല്ലേ, അതുകൊണ്ട് അർണബ് ഇവിടെ എഴുതുക, അർണബിൻ്റെ നേരെ വരക്കുക, എവിടെ എഴുതിയാലും മതി. പിന്നെ ഷജറത്തുൻ മരം, അതിവിടെ കൊടുത്തിട്ടുണ്ട്, ഷജറത്തിൻ്റെ നേരെ വരക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ജസറുൻ ക്യാരറ്റ് ഉണ്ടോ? ഇല്ല. തുഫാഹുൻ ആപ്പിൾ, ആപ്പിൾ ഉണ്ട്, നിറയെ ഉണ്ട് അല്ലേ, അതുകൊണ്ട് തുഫാഹുൻ എന്നിവിടെ എഴുതുക, ഏതെങ്കിലും ഒരു ആപ്പിളിൻ്റെ നേരെ വരക്കുക. പിന്നെ കിർദുൻ കുരങ്ങൻ ഉണ്ടല്ലോ, കുരങ്ങനുണ്ട്, അതുകൊണ്ട് കിർദുൻ എന്നിവിടെ എഴുതുക, എന്നിട്ട് കുരങ്ങൻ്റെ നേരെ വരക്കുക. ഇത്രയുമാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്.